ముందు వెనక వల్లి వాళ్ళ చిక్కిరి చిక్కిరి വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് തെലുങ്ക് കോൺവെർസേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിദ്ധു ഇവിടെ കുറെ തെലുങ്ക് വേർഡ്സ് വെച്ചിട്ടുണ്ട്. കുറെ പറഞ്ഞില്ല. കാരണം വെച്ചാൽ അവന് തെലുങ്ക് ലാംഗ്വേജ് ഉണ്ട്. അവന് സബ്ജക്റ്റ് പഠിക്കാനായിട്ട് തെലുങ്ക് സബ്ജക്റ്റ് അവന് ബുക്ക് അവന് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവൻ കുറേയൊക്കെ തെലുങ്ക് പഠിച്ചു. പിന്നെ ചേട്ടനും ഇവിടെ തെലുങ്ക് സംസാരിക്കുന്നുണ്ട്. ചേട്ടനും തെലുങ്ക് പഠിച്ചു. ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ തെലുങ്ക് പഠിച്ചിട്ടില്ല. അപ്പൊ സിദ്ധു ഞാനും കൂടെ ഇരുന്ന് കുറച്ച് എന്തായാലും നമ്മൾ വിശാഖപട്ടണം നിൽക്കുകയല്ലേ. അപ്പോൾ നാളെ നമ്മുടെ മകരപ്പൊങ്കലാണ്. അപ്പൊ നമ്മുടെ വിശാഖപട്ടണത്തിൽ ഇരുന്നുകൊണ്ട് നാളെ മകരപ്പൊങ്കൽ കൂടെ കൊണ്ട് ഇന്നലെ വലിയ കോലം കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് എന്താണ് കുറച്ച് തെലുങ്ക് കോൺവെർസേഷൻ ആണ്. വെറുതെ ഇങ്ങനെ നമ്മൾ കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിക്കില്ലേ, വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് നമ്മൾ നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും കുറെ വേർഡ്സ് എവിടെയും ഇങ്ങനെ ചേട്ടൻ ചോദിക്കും. ചേട്ടൻ കുറെ സംസാരിക്കും, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കും. ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കും പുതിയ പുതിയ വാക്കുകൾ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നമുക്കൊന്നൊരു വീഡിയോ എടുക്കാം, അതേപോലെ സംസാരിച്ച് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ. വെൽക്കം ബാക്ക് ടു വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങള് സിദ്ധുവിന്റെ അടുത്ത് വെറുതെ കുറച്ച് എന്താണ് മലയാളത്തിൽ കുറച്ച് ചോദിക്കാം. സിദ്ധുവിന് അറിയാമോ നമുക്ക് നോക്കാം. അപ്പൊ അവരുടെ സബ്ജക്ട് ഉള്ളതുകൊണ്ടാണ് തെലുങ്ക് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സിദ്ധു, ഞാൻ ചില വാക്കുകള് വേർഡ്സ് മലയാളത്തിൽ ചോദിക്കും, ചില മലയാളം അറിയാത്ത വേർഡ്സുകൾ ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പൊ അവൻ തെലുങ്ക് പറയും. പിന്നെ കുറച്ച് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും. എനിക്കറിയില്ല, ഒരു 90% എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇതിൽ കുറെ കാര്യങ്ങൾ തെറ്റായിരിക്കും. കാരണം അവൻ കുഞ്ഞാണ്. അപ്പൊ അവൻ്റെതായ രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് വെച്ചാൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. അവന് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അവൻ കേൾക്കുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പൊ കുറെ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത് ഇവിടെ കറണ്ട് പോയി. അപ്പൊ ഡോറ് ക്ലോസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് പോയി. കറണ്ട് പോകുമ്പോൾ ഒട്ടും ലൈറ്റ് കാണില്ല. പിന്നെ നമ്മൾ ലിഫ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ലിഫ്റ്റിൽ എപ്പോഴും സൗണ്ട് കേൾക്കും. പിന്നെ ഇവിടെ ജനറേറ്റർ ഓൺ ആണ്, പിന്നെ റോഡ് സൈഡാണ്. അപ്പോൾ ഫുള്ള് നോയ്സ് ആയിരിക്കും. എല്ലാവരും ക്ഷമിക്കാം. അപ്പൊ സിദ്ധു പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ അവൻ ബാക്കിയുള്ളവരെ ഒന്ന് കേട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അവന് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ അവർ പറയുന്നത് ശരിയാണ്, പക്ഷെ അവൻ കേൾക്കുന്നത് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. അപ്പൊ അവൻ അവരുടേതായ രീതിയിലാണ് പറയുന്നത്. തെറ്റുണ്ടായിരിക്കും, ഉറപ്പായിട്ട് തെറ്റുണ്ട്. അപ്പോൾ ക്ഷമിക്കാം. അപ്പൊ ഞാൻ എന്താ പറയണേ, ഞാൻ എനിക്ക് നിനക്ക് നിങ്ങൾക്ക് എനിക്ക് അവനെ ഏതൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഞാൻ വെറുതെ കയ്യിൽ നിന്ന് ചോദിക്കണം. അപ്പൊ എനിക്ക് ഈ പാവ വേണം എന്നെങ്ങനെ പറയും? ഓക്കെ, കാവാലി. ആ വാക്ക് എല്ലാവർക്കും അറിയാം. മറ്റേ തമന്നയിൽ ഒരു പാട്ടുണ്ടല്ലോ. എന്തിന്റെ പാട്ട്? എന്താണ് പാട്ട്? കാവാലി. ആ പാട്ട്. അപ്പൊ കാവാലി എന്ന് വെച്ചാൽ വേണം. അപ്പൊ എനിക്ക് പാവ വേണം. എന്തിരുന്ന് ഓക്കെ. നീ കാത്തിരിക്കൂ എങ്ങനെ പറയും? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തിരുത്തി കൊടുക്കാനും അറിഞ്ഞൂടാ. എന്താന്ന് പറഞ്ഞത്? ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, അങ്ങനെയാണ് പറയണത്. പിന്നെ ബുക്ക് എടുക്കൂ, ബുക്ക് തീസ്കോ. പിന്നെ എന്തോന്ന് പറയും? പിന്നെ അറിയാവുന്ന പറയേ. എനിക്ക് നിനക്ക് അറിയാവുന്ന അറിഞ്ഞൂടല്ലോ. ലോട്ടസ്, കൗ, ക്യാമൽ, 5 ഒരു മറ്റേ ആ അമ്മ, ആ ആവു, അങ്ങനെ മറ്റേ നമ്മള് ഈ ബുക്കില് A for ആപ്പിൾ, B for
ബനാന അങ്ങനെ പഠിക്കൂലേ ഹിന്ദിയിൽ ആസേ അനാർ ആസേ ആം അതുപോലെ അവർക്ക് തെലുങ്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് മറ്റേ റോബോട്ട് പറയണമെങ്കിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പക്ഷെ എനിക്കിത് അവന് തിരുത്തി കൊടുക്കാനോ ഇങ്ങനെ ലെറ്റേഴ്സ് പഠിക്കുമ്പോഴത്തേക്കും അത് തിരുത്തി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല, നോക്കി ചെയ്യാനേ അറിയാം. പക്ഷെ അവർ എന്നും ബുക്ക് കൊടുത്തു വിടില്ല. അപ്പൊ ഞാൻ ചോദിക്കാം, പണ്ടുലു പണ്ടുലു എന്ന് വെച്ചാല് ഇത് നമ്മുടെ മലയാളം കുട്ടികളുണ്ടല്ലോ തെലുങ്ക് പഠിക്കണം, അവർക്ക് ഇത് കാണുമ്പോഴത്തേക്കും പിടികിട്ടും കേട്ടോ. അല്ലാതെ തെലുങ്ക് പ്യൂർലി തെലുങ്ക് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ഇത് കുറെ പ്രൊണൗൺസിയേഷൻ തെറ്റാണ്, കുറെ മിസ്റ്റേക്ക് കാണും. നമ്മള് വെറുതെ ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്നത്. സത്യമായി നമ്മളെ മലയാളമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് കേട്ടോ, നല്ല സിമിലാരിറ്റി ഉണ്ട്. പണ്ടുലു പറഞ്ഞേ, പണ്ടുലു എന്ന് വെച്ചാൽ ഓക്കെ സോറി, ഇത് ഇവന് തെലുങ്ക് അറിഞ്ഞുകൂടാത്തോണ്ട്, അതായത് നമുക്ക് തെലുങ്ക് വേർഡ്സ് വായിക്കാൻ അറിയില്ലല്ലോ, നമുക്കിത് വായിക്കാൻ അറിയില്ല, ഇവനും അറിഞ്ഞൂടാ ഏകദേശമൊന്നും. അപ്പോ ടീച്ചർ ഇങ്ങനെ എഴുതി അതിന്റെ കറക്റ്റ് എങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യണേ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് കണ്ടുപിടിച്ച് അവന് പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കിത് വായിക്കാറുണ്ട്, ഇതിപ്പോ ഇങ്ങനെ കണ്ടാ എനിക്ക് വായിക്കാൻ അറിയില്ല, ആർക്കും അറിഞ്ഞൂടാ, ഇവനും അറിഞ്ഞൂടാ, ചേട്ടനും അറിഞ്ഞൂടാ, നമുക്ക് ലെറ്റേഴ്സ് അറിയില്ലല്ലോ, ഞാൻ സംസാരിക്കാൻ അറിയാം. അപ്പം ചോദിക്കട്ടാ, അതിലൊരു പണ്ടുലുവോ പറഞ്ഞാണ് సీతాఫలము మామిడి పండ్లు బొప్పాయి కాయ అరటి పండ్లు నారింజ పండ్లు ద్రాక్ష పండ్లు. ഇതില് സീതാഫലമു എന്ന് വെച്ചാല് ഞാൻ ഇത് നോക്കിയാണോ, സീതാഫലമു എന്ന് വെച്ചാല് ഇവൻ പഠിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് തോന്നും നമുക്ക്. ഭയങ്കര സ്പീഡിന് ഇങ്ങനെ പറയും, അത് ഒരു മറ്റേ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടാണ് തെലുങ്ക് പറയുന്നത്, അങ്ങനെയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക്. സീതാഫലമു എന്ന് വെച്ചാൽ നമ്മുടെ സീതപ്പഴം, പിന്നെ ഫലമു സോറി ഫലമു നമ്മുടെ ഫലം. പിന്നെ ആപ്പിൾ കണ്ടു, ആപ്പിൾ ഫസ്റ്റ് ആപ്പിൾ. പിന്നെ നാരിഞ്ച പണ്ടു നമ്മുടെ ഓറഞ്ച് 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 ഓറഞ്ച്. അതിന് അരട്ടിപ്പണ്ടു, അരട്ടിപ്പണ്ടു ബനാന. പിന്നെന്താണ് പപ്പായ. നല്ല സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷും നമ്മുടെ മലയാളം. നമ്മൾ മലയാളത്തിൽ പറയുന്ന കുറെ വാക്കുകൾ. മാമിടി പണ്ടു മാംഗോ, ദ്രാക്ഷ പണ്ടു ചേട്ടൻ എപ്പോഴും ചോദിക്കും ഗ്രേപ്സിന് എന്താ പറയുന്നത്. ഗ്രേപ്സ് കുറച്ച് ഡിഫിക്കൽറ്റിയാണ്, കാരണം ഗ്രേപ്സ് അത് സെയിം പോലെ അല്ലല്ലോ. ദ്രാക്ഷ പണ്ടു അത് ഗ്രേപ്സ് ആണ്. പിന്നെ അടുത്ത അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാണ് ఆపిల్ పండ్లు సీతాఫలము మామిడి పండ్లు బొప్పాయి కాయ అరటి పండ్లు నారింజ పండ్లు ద్రాక్ష పండ్లు. ഇതുപോലെയാണ് പറയുന്നത്. അടുത്തത് പൂലു. പൂലു പറഞ്ഞേ. മന്തി മല്ലി താമര ഗുലാബി പത്ത് തെരുവുകൾ മുന്നേ. ഞാൻ ഇതിൽ നോക്കണത് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ നോക്കണത് കേട്ടാ. ബന്തി എന്ന് പറയാൻ നമ്മൾ എനിക്കൊന്ന് മറ്റേ ഇത് പറയും ജമന്തി, അതാണ് ബന്തി, അതാണെന്ന് തോന്നുന്നു കേട്ടാ. തെറ്റുണ്ടെങ്കിൽ പറയാറില്ല. പിന്നെ മല്ലി എന്തോന്ന് കമന്റ് ചെയ്യാൻ ആരും ഇല്ല, എന്നാലും കമന്റ് ചെയ്തു അറിയാവുന്നത്. മല്ലി എന്തോന്ന് ജാസ്മിനാണ്. മല്ലി എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ. മല്ലി അങ്ങനെ എന്തോന്ന്. താമര ലോട്ടസ്. താമര തന്നെ, താമരല്ലോ, അതാ കമല. താമര തന്നെ കേട്ടോ, നമ്മുടെ മലയാളത്തിൽ അത് തന്നെ. ഗുലാബി അത് ഈസിയാണ്, റോസ് ആണ്. എന്തോന്ന് നല്ല രസമാണ് കേട്ടോ, പ്രൊത്ത തെലുഗുഡു നമ്മുടെ സൺഫ്ലവർ ആണ്, പ്രൊത്ത തെലുഗുഡു. പിന്നെ മന്ദാരം നമ്മളെ ഹിബിസ്കസ്, ചെമ്പരത്തിയാണ് ഷോ ഫ്ലവർ ആണെന്ന് എനിക്ക് അറിയുന്നത്. ഹിബിസ്കസ് ആണെന്ന് തോന്നുന്നു, കാരണം ഇതിന്റെ സെയിം ഷോ ഫ്ലവർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ സെയിം ഷോ ഫ്ലവർ ഹിബിസ്കസ് ഒന്നാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇതിന്റെ സെയിം ആ വേർഡ് എങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യണത് അതാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. ഈ മന്ദാരം എന്താണെന്ന് ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. അടുത്ത നമ്മള് ടമാറ്റോ, വെങ്കായ, ആലുഗഡ, സോരക്കായ, കോളിഫ്ലവർ, ഉള്ളിഗഡ, കുമ്പളക്കായ, വെണ്ടക്കായ, മുറപ്പക്കായ, മുള്ളങ്കി, ബീരക്കായ. ഓക്കെ. അപ്പൊ അതില് ടമാറ്റ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ടൊമാറ്റോ. വെങ്കായ എനിക്കൊന്ന് കുറെ പേർക്ക് അറിയാം. തമിഴിൽ എനിക്കൊന്ന് വെങ്കായം എന്നങ്ങോട്ട് പറയുന്നു, തമിഴ് ബ്രിഞ്ചൽ. ആലുഗഡ നമ്മുടെ ഹിന്ദിയിൽ പൊട്ടറ്റോ. സൊരക്കായ എന്തോന്ന്, സൊരക്കായ നമ്മുടെ കുക്കുംബറാണോ എന്തോ കേട്ടോ. ഇതാണ്
എനിക്ക് കറക്റ്റ് കുക്കുംബർ ആണെന്ന് അറിയാൻ വയ്യ. പിന്നെ അടുത്തത് കോളിഫ്ലവർ, ഈസിയാണ്. കോളിഫ്ലവർ തന്നെ. ഉള്ളിഗഡ്ഡ, സവാള, ഉള്ളി. ഗുമ്മടിക്കായ, പംകിൻ. വെണ്ടക്കായ, നമ്മുടെ മലയാളത്തിലെ വെണ്ട, ലേഡി ഫിംഗർ. ഇത് ക്യാരറ്റ്. ഇത് ക്യാരറ്റ്. മുള്ളങ്കി നമ്മുടെ റാഡിഷ് ആണ്, റാഡിഷ്. മിറപ്പക്കായ നമ്മുടെ മിർച്ചി അങ്ങനെയൊക്കെ പറയും, ചില്ലി. ബീനക്കായ ഇത് എനിക്കറിയാൻ വയ്യട്ടാ, മറ്റേ പേര് വന്നു ഇതിന്റെ. അതാണ് സംഭവം. ഇതിന്റെ ഇംഗ്ലീഷ് ആയിട്ട് കറക്റ്റ് എഴുതിയിട്ടില്ല. നമ്മള് ഫോട്ടോ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് തെലുങ്ക് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം തെലുങ്ക് പഠിച്ചാൽ മതി. കാരണം തെലുങ്ക് അവർക്ക് പിന്നെ ഇല്ലല്ലോ സബ്ജക്ട്. ഇവിടെ അല്ലാതെ സ്കൂളിൽ ചേർത്തുകൊണ്ടാണ് തെലുങ്ക് സബ്ജക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത സ്കൂളിലൊന്നും ഇല്ല അവർക്ക്. അടുത്തത് പക്ഷിയും ബേർഡ്സ്. നമ്മുടെ പക്ഷി എന്ന് പറയുന്ന നമുക്ക് ബേർഡ്സ് ഏതൊക്കെയാണ്? ഞാനിത് നമ്മൾ ഈ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ മെയിൻ കാരണം എന്താണെന്ന് അറിയോ? ഇവർ പറയണ എങ്ങനെയാന്ന് അറിയണം. ഈ മലയാളി കുട്ടികൾ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെയാണ് പറയണെന്ന് തോന്നുന്നത്. ഒരു പുള്ളി ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് അങ്ങനെയാണ് പറയണത്. പിന്നെ നമ്മുടെ മലയാളമായിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പൊ ഞാൻ വെച്ച് നിങ്ങളെ കൂടെ കുറച്ച് കേൾപ്പിക്കുക. അതാണ് ഞാൻ ഇത് വീഡിയോ എടുത്തത് നമ്മള്. അപ്പൊ നമലി എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് നമലി? ബേർഡ്സാ. പീകോക്ക്. പൗറമു നമ്മൾ പ്രാവ് എന്ന് പറയണതായിട്ട് നല്ല സിമിലാരിറ്റി ഇല്ലേ? പ്രാവാണ് അത്. ഡോഗ്, കബൂത്തർ. കാക്കി നമ്മുടെ കാക്ക, ക്രോ. കൂടി അത് ഹെന്ന്. ഹംസ്, സ്വാൻ. പക്ഷെ ഇവര് ഡബിൾ ഓ ഇടുന്നുണ്ട്. ഗ്രദ്ദ നമ്മുടെ ഈഗിളാണ്. പിച്ചുക്ക ഇത് എനിക്ക് അറിഞ്ഞൂടാ. പിച്ചുക്ക ഇത് കുരുവിയാണ്, മൈനയാണ്. ഇതെന്തോന്ന്? ചിലുക്ക നമ്മുടെ പാരറ്റ്. അത് ആനിമൽ അല്ലേ? അടുത്തത് ജന്തുഹുലു. നമ്മള് ജന്തു എന്ന് പറയൂലേ ആനിമൽസിന്, അത്. ആവു അത് കൗ നമ്മുടെ കൗ. മീക്ക. ഇവര് ഡബിൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ മീക്കാന്നല്ലേ? അവൻ പറയണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, കാരണം എനിക്കത് അറിഞ്ഞൂടാ. ഡബിൾ ഇട്ടിട്ടുണ്ട്. മീക്ക നമ്മുടെ ഗോട്ട്. ഗുരമു ഹോഴ്സ്. എല്ലാം ഇട്ടിട്ടില്ല. കുക്ക നമ്മുടെ ഡോഗ്. പില്ലി സിമിലർ ഉണ്ട്. മലയാളമായിട്ടല്ല, നമ്മുടെ ബില്ലി, പൂച്ച എന്ന് പറയില്ലേ, ക്യാറ്റ്. ജിംക, കുന്തലു. ജിംക ഡിയർ അല്ലേ മലയാളത്തിൽ? മാൻ. കുന്തലു റാബിറ്റ്, മുയല്. ഒണ്ടെ ക്യാമൽ, ഒട്ടക. അടുത്തത് വാഹനമുലു. അതുവരെ നല്ല സെയിം ആണ്. വാഹനം നമ്മള് മലയാളത്തില് വെഹിക്കിൾസിനെ പറയണത് വാഹനം. സെയിം തെലുങ്കിൽ വാഹനമുലു. ഇവരെല്ലാത്തിലും ലു ചേർക്കും. നമ്മുടെ സിനിമയില്ലേ പ്രേമലു, അതുപോലെ. അത് തെലുങ്ക് വേർഡാണ്. സൈക്കിളു സെയിം ആണ് കേട്ടോ. വാഹനത്തിൻ്റെത് വെഹിക്കിൾസിന്റെ സെയിം ആണ് മലയാളം. ഒരെണ്ണം മാത്രമേ എനിക്ക് വ്യത്യാസമുള്ളത് തോന്നുന്നു. സൈക്കിൾ. ഓട. റെയിലു, ഓട്ടോറിക്ഷ, സ്കൂട്ടർ. അപ്പൊ സൈക്കിൾ, സ്കൂട്ടർ, ഓട്ടോറിക്ഷ, ബസ്, കാറ്, മോട്ടോർ സൈക്കിൾ, ബൈക്ക്. വിമാനം നമ്മുടെ എയറോപ്ലെയിൻ. റെയിലു നമ്മുടെ റെയിൽ ഏതാണ്? ട്രെയിൻ. ഒരെണ്ണം മാത്രമേ ഇതിൽ വ്യത്യാസം ഞാൻ കണ്ടോളൂ ഡിഫറെന്റ് ആയിട്ട്. ഓട അത് ഷിപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബേർഡ്സ്, വെഹിക്കിൾസ്. പിന്നെ എന്താണ് ആനിമൽസ്. ഇതാണ് ഇങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ. ഇനി അടുത്ത പറയാൻ പോണത് നമ്മുടെ ആ അമ്മ, ആ ആന എന്ന് നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ തെലുങ്കില്. ശരി. അപ്പൊ ആ അമ്മ അത് പറഞ്ഞാണ്. അത് നമുക്ക് പറയാം. അത്ര കുറച്ച് അത് ടാ വരെയാണ്ട് അറിയാവോ. പക്ഷെ ആ തൊട്ട് അം വരെ ഇതാ ഭയങ്കര സ്പീഡിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച്
എനിക്ക് ഞാനിതൊന്നും അപ്പൊ നല്ല നല്ല രസമാണ് ഇങ്ങനെ കേൾക്കാം. അമ്മ ആ ആ ഓ അങ്ങനെ 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 പെട്ടെന്ന് പെട്ടെന്ന് പറയുമല്ലോ. എനിക്ക് ബാക്കി അറിഞ്ഞിട്ടുണ്ട്. ഈ ഈക്ക അങ്ങനെയല്ലേ, ഈ ഇല്ലു ഈ ഈക്ക ഊ ഉടുത്ത ഇത് എഴുതിയിട്ടുണ്ട് കേട്ടോ അവര്. അതിന്റെ സെയിം ആണ് എഴുതിയേക്കണം. അതിന്റെ മലയാളം ഇതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതില് വലിയ ഇത് സെയിം ആണ്. നമ്മൾ ഋഷി അത് സെയിം ആണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഹിന്ദിയിലും അത് തന്നെ. ബാക്കിയൊന്നും ഇത് കണ്ടേ ഔഷധം അത് ശരിയാണ്. ഇതിനെ പറയണത് അന്തപുരം. എനിക്ക് അത് കേൾക്കുമ്പോ എപ്പം പറയണ കേൾക്കുമ്പോ ചിരി വരും. പിന്നെ അതാണ്ട് ഇതിന് കമലമൂന്ന് പറയും കേട്ടോ. താമര നമ്മൾ നേരത്തെ താമര എന്ന് പറഞ്ഞപ്പോ നമ്മൾ അന്നേരം പറഞ്ഞില്ലേ താമര കമലമൂല്ലേ. കാസേ കമൽ എന്ന് പറയുന്നത് തെലുങ്കിലെ കമലമൂ അങ്ങനെ. എനിക്കിത് അറിഞ്ഞൂടാ. അപ്പൊ ഇങ്ങനെയാണ് ഒരു മലയാളി കുട്ടി ഇവിടെ വന്നിട്ട് തെലുങ്ക്. സത്യം പറഞ്ഞാല് നല്ല എന്താണ് നല്ല ലാംഗ്വേജ് പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പല പല ലാംഗ്വേജ് പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൊണ്ടും പറ്റുമെന്ന് എനിക്ക് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. സാറ് ചോദിക്കും ലാംഗ്വേജ് പഠിക്കണത് എനിക്ക് ഭയങ്കര. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടല്ലോ വീട്ടിനകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അവരുടെ അടുത്ത് രണ്ടുപേരടുത്ത് മലയാളത്തിൽ സംസാരിക്കും. ചേട്ടൻ ജോലി സ്ഥലത്ത് പോയി അവിടെ ഫുള്ള് തെലുങ്ക്. ഇവിടെ തെലുങ്ക് ആയതുകൊണ്ട് തെലുങ്ക് സംസാരിക്കും, ഹിന്ദി ഇംഗ്ലീഷ്. അവനും പോയിട്ട് ഇംഗ്ലീഷും തെലുങ്കുമാണ് സംസാരിക്കണം, ഹിന്ദി ഇല്ല. അധികം ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, സംസാരിക്കുന്നില്ല. കാരണം ഇവിടെ തെലുങ്ക് ആയതുകൊണ്ട് കുട്ടികളും തെലുങ്കാണ് സംസാരിക്കുന്നത്. അപ്പൊ നല്ല ഇതാണ്. കാരണം ഇമ്പ്രൂവ് ഉണ്ടാവുമല്ലോ നമ്മുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ എബിലിറ്റി. ചില ആൾക്കാരെന്ന് വെച്ചാൽ ഇവിടെ ജോലിയായിട്ടൊക്കെ വന്ന കുറെ പേര് മലയാളീസ് ഉണ്ട്. പക്ഷെ ഇവിടെ മലയാളി സ്ഥലമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആന്ധ്രാപ്രദേശാണ്. അപ്പൊ ഇങ്ങനെയാണ് സിദ്ധൂട്ടന്റെ തെലുങ്ക് പഠനം. തെലുങ്ക് പഠിച്ചിരിക്കണം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും സോറി സിദ്ധൂട്ടൻ കുറച്ച് എന്തൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞു. ചോദിക്കും എനിക്കറിഞ്ഞൂടാ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് സിദ്ധു വേറെ സ്കൂളിലാണ്. അപ്പൊ അവിടെ തെലുങ്ക് സബ്ജക്ട് ഇല്ല. ഇത് നമ്മുടെ സാധാ ഇവിടുത്തെ നോർമൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ടാണ് തെലുങ്ക് സബ്ജക്ട് ഉള്ളത് എനിക്ക്. അപ്പൊ അവിടെ ചേർക്കുമ്പോഴത്തേക്കും അവർക്ക് തെലുങ്ക് ഇല്ല, ഹിന്ദിയാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ തെലുങ്ക് ഇല്ലാതാകുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ മറക്കും. ഇതിപ്പോ പഠിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവര് അതെടുക്കും, ബുക്ക് എടുക്കും. നേരത്തെ ബുക്ക് തീസ്കോ എന്നൊക്കെ പറഞ്ഞല്ലേ, അതൊക്കെ പറയണത് എന്താണ് ഇത് അവിടെ തെലുങ്ക് സംസാരിക്കുന്നതുകൊണ്ടാണ് പഠിക്കുന്നത്. ഇനിയിപ്പോ മറക്കും, കാരണം ആരെ സംസാരിക്കാതിരിക്കുമ്പോ മറക്കും. എടാ ഈ എന്താന്ന് എനിക്കത് അറിയില്ല എന്നെങ്ങനെ പറയും? എനിക്കിത് വേണ്ടെന്ന് കാതുമോ ഓക്കെ. കേൾക്കുമ്പോ ഇങ്ങനെ അറിയാം എവിടെ. പക്ഷെ എനിക്ക് ഞാൻ പെട്ടെന്ന് മറന്നു, സംസാരിക്കാത്തോണ്ട് എനിക്ക് ഓർമ്മ നിൽക്കൂല. എന്താണ് ചോദിക്കാനുള്ളത്? പണ്ട്ലുവാ എനിക്കറിഞ്ഞൂടെ. പമ്പിനാണ് ക്ലൂ പണ്ട്ലു ഫ്രൂട്ട്സ് അല്ലേ? ഞാൻ പറയാം. സീതാഫലവും ആപ്പിൾ കണ്ടു, പിന്നെ നാരങ്ങി പണ്ടു, അറിഞ്ഞൂടാ. പക്ഷെ എവിടേക്ക് ഇത് എപ്പോഴും ഇല്ല, ചുമ്മാ പറയും. ഒരു ദിവസം കേട്ടാ ഈ തെലുങ്ക് ഇവര് ഭയങ്കരമായിട്ട് ഇവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുമല്ലോ തെലുങ്ക്. കാരണം തെലുങ്ക് അറിയില്ലല്ലോ, ബാക്കിയുള്ള കുട്ടികൾ തെലുങ്ക് അറിയാവുന്ന കുട്ടികൾ. അപ്പോ എപ്പോഴും ഈ തെലുങ്ക് ഈ പേര് കാണിച്ചു കൊടുക്കട്ടെ. അവിടെ ഈ പേജുകൾ എടുത്തിട്ട് ഇങ്ങനെ സീതാഫലം ഇങ്ങനെ പഠിക്കുമല്ലോ. ഒരു ദിവസം ഉറക്കത്തില് ഉറങ്ങി കിടക്കായിരുന്നു. ഉറക്കത്തിൽ ഒരു 2 മണിയാകുമ്പോ ഉറക്കത്തില് സീതാഫലം അല്ലല്ല ടമാട്ട ഗുമടിക്കായ വെണ്ടക്കായ അപ്പൊ ഞാൻ മോനെ ടമാട്ട എന്നിട്ട് വീണ്ടും ഉറങ്ങി. എന്ന് വെച്ചാൽ ഇവര് ഉറക്കത്തിൽ പറയണെന്ന് വെച്ചാൽ ഇവര് ഇത് ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് അവര് പറഞ്ഞിട്ടുണ്ട് ഒരു പഠിക്കേണ്ട ആവശ്യം. കാരണം തെലുങ്ക് അറിയാത്ത കുട്ടികളെ ഭയങ്കര പാടായിരിക്കും പഠിപ്പിക്കുക. അവർക്ക് തെലുങ്ക് പറ്റൂലായിരിക്കും. അപ്പൊ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പഠിക്കട്ടെ എന്ന് തന്നെ അവര് പറഞ്ഞത്. അവര് സ്ട്രെസ് അപ്പൊ അന്ന് ഉറക്കത്തിൽ ഇത് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇവര് തെലുങ്ക് പഠിക്കണല്ലേ. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് തെലുങ്ക് ഇങ്ങനെ ഇതിലിങ്ങനെ പഠിക്കും. മലയാളി കൊച്ചല്ലേ, അപ്പൊ ഇങ്ങനെ പഠിക്കും. അപ്പൊ ഞാൻ രാവിലെ ഇത് പറഞ്ഞ് ചിരിയായിരുന്നു.
నేను మీరు എന്തോന്നു మీరు നിങ്ങൾ നിങ്ങളോ നീയോ നിങ്ങൾ ഇത് తీసుకో లేదని വെച്ചാൽ വേണ്ട ഇതെടുത്തോ ഇത് തീസ്കോ ഇത് പിന്നെ നമ്മളെ കൊത്താന്ന് വെച്ചാൽ പുതിയത് പിന്നെ പിന്നെന്താണ് പഴയതിന് അച്ഛൻ പറഞ്ഞല്ലോ വെത്തേ എന്താ പിന്നെ പാലു അങ്ങനെ എന്താണ് പിന്നെ നമ്മള് പാലുണ്ടോന്നൊക്കെ ചോദിക്കണം പാലുണ്ടാ അങ്ങനെയല്ല ചോദിക്കണത് എന്തെങ്കിലും കടയിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഇംഗ്ലീഷിലാണ് പറയണത് ഇംഗ്ലീഷിൽ ആ വേർഡ്സ് ഇംഗ്ലീഷിൽ പറയും എന്നിട്ട് ഉണ്ടാ കടയിൽ കൂടുതൽ ഉണ്ടോന്നല്ലേ ചോദിക്കൂ എഗുണ്ടാ അങ്ങനെയാണ് ചോദിക്കുന്നത് നമ്മള് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും യൂട്യൂബ് ചാനലില് യൂട്യൂബ് ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ യൂട്യൂബ് ഇടുമ്പോ നമുക്ക് ഫസ്റ്റ് ആഡ് വരുമല്ലോ ഫസ്റ്റ് അല്ലെങ്കിൽ അത്യാവശ്യം വ്യൂസ് ഉള്ളവർ അല്ലെങ്കിൽ യൂട്യൂബ് കുറച്ച് ക്ലിക്ക് ആയതാണെങ്കിൽ ആഡ് വരും ആഡ് വരുമ്പോഴത്തേക്കും അതിൽ തെലുങ്ക് ആഡാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ പോകുമ്പോഴാണ് അതിൽ ആഡ് മലയാളം ആയിരിക്കണം ഇവിടെ ഫുള്ള് നമ്മൾ തെലുങ്ക് ആഡാണ് കാണിച്ചു തരുന്നത് ഏതെങ്കിലും ഒരു കറണ്ട് ഒരു മിനിറ്റ് നമുക്ക് വൈഫ് ഉണ്ട് കേട്ടോ കറണ്ട് ആവശ്യമുള്ള വൈഫൈ ഇല്ല അങ്ങനത്തെ ഒരു ഫോണാണ് എന്റെ ഇട്ടാലും പറഞ്ഞാൽ വരുന്നുണ്ട് ഞാൻ ഇവിടത്തെ എന്റെ ചാനലിലെ വീഡിയോ ഇടാം ഇത് എന്റെ ചാനലിൽ പരസ്യം വേണ്ട തെലുങ്കാണിത് ഇത് അത് കഴിഞ്ഞ് നമ്മൾ ആ മലയാളത്തിൽ വരും അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എന്റെ ഇതിൽ പോലും വരണത് തെലുങ്കാണ് അപ്പൊ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു ഇത് തെലുങ്കാ പിന്നെ 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 അറിയാലോ തെലുങ്കാണെന്ന് പിന്നെ നമ്മൾ വിളിക്കുമ്പോഴും ബിസി ആണെന്നൊക്കെ പറയണതൊക്കെ തെലുങ്ക് ഇവര് ബിസിക്കാവുന്ന തെലുങ്ക് പറയില്ല ആ ബിസി അതെല്ലാം തെലുങ്കിലാണ് പറയണത് അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ തെലുങ്ക് സംസാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തെലുങ്ക് ചോദിച്ചു കഴിഞ്ഞില്ല കുട്ടിക്ക് എന്തൊക്കെ ചോദിക്കാൻ പറയൂ ഈ കാർ വേണോ അല്ല എടുത്തോട്ടാണോ എന്താണ് ഈ കാർ വേണോ ഈ കാർ എടുത്തോ അത് വേണോ എടുത്തോ സെയിം അല്ലേ അല്ലേ അല്ല പിന്നെ പിന്നെ നീ തെലുങ്കല്ലേ പറഞ്ഞു കാറ് തീർക്കോന്ന് കുട്ടി ഉദ്ദേശിച്ചു തരുന്ന മലയാളം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ തെലുങ്ക് പറയാം നമ്മുടെ ഇത് ഇതിൽ കുറച്ച് വേർഡ്സ് സെയിം ഉണ്ട് ചക്രം ഘടികാരം കമലമും അത് ഇതാണ് ഹിന്ദി ഛാത്ര എന്ന് പറയില്ലേ നമ്മുടെ അംബ്രല്ല ജഡ മുടി ജഡ ജഷമു സെയിം ഇല്ല ടമാട്ട സെയിം വീണ തല രഥമ രഥം ധനസു ധനുഷ് ബംതി ബോള് ബല്ലുകവും ബിയർ ലത പടർന്നു കയറണം വല നെറ്റ് ലത്ത സോപ്പിന് സബുവാ ഹംസ നമ്മുടെ സ്വാൻ തലമു ലോക്ക് ക്ഷത്രിയുടു ക്ഷത്രിയൻ വാരിയർ അങ്ങനെ കുറെയൊക്കെ നമ്മളായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് നമ്മളിവിടെ തെലുങ്കില് കുറച്ച് പേര് സംസ്ഥാനത്തെ സെക്യൂരിറ്റി ചേച്ചിയൊക്കെ തെലുങ്കാണ് സെക്യൂരിറ്റി ചേച്ചി ഇവിടെ എല്ലാവരും തെലുങ്കരാണ് നമ്മൾ സംസാരിക്കുമ്പോ നല്ല ആൾക്കാരാണ് എൻ്റെ അവിടുത്തെ എല്ലാവരും നല്ല ആൾക്കാരാണ് അവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ആംഗ്യത്തിൽ സംസാരിക്കും അല്ലാതെ തെലുങ്കിലും അറിയാവുന്ന അങ്ങോട്ട് വേണ്ടി സംസാരിക്കും മനസ്സിലാവും അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മളെ കുറെ കാര്യങ്ങൾ അവർക്ക് സെയിം ആണ് കുറെ കാര്യങ്ങൾ സെക്യൂരിറ്റി ചിലപ്പോഴും മലയാളമാണ് പറയുന്നത് അപ്പൊ
ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. നമുക്ക് അതിന്റെ പേരാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സോറി സിദ്ധുവിന്റെ കാല് ഒത്തിരി മുറിഞ്ഞിട്ടോ കാണിച്ചെടുത്തു വീണു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.